Hello Ringers, welcome back to the channel Malayali from Thrissur. As you know, in Rings of Power second season 6th episode release ആയിട്ടുണ്ട്. ഇന്ന് 12:30ക്കാണ് റിലീസ് ആയത്. നിങ്ങൾക്കറിയാലോ 1 hour എടുക്കും ഒരു എപ്പിസോഡ് മിനിമം. മോസ്റ്റ് ഓഫ് ദ എപ്പിസോഡ്സ് ആർ മോർ ദാൻ 60 minutes. ദാറ്റ്സ് മോർ ദാൻ 1 hour. അപ്പോൾ ആ 1 hourലുള്ള കണ്ടന്റ് ആണ് ഞാൻ ഇവിടെ 10 minutesൽ നിങ്ങൾക്ക് സമ്മറൈസ് ചെയ്ത് തരുന്നത്. ഫോർ ദ സേക്ക് ഓഫ് ദാറ്റ് യു ഗോട്ട് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കണ്ടന്റിലോട്ട് പോവാം. ഓർക്കുകളെ തിരഞ്ഞ് കാട്ടിലൂടെ ഓടിവരുന്ന അറോണ്ടിർ ഏതാനും ഓർക്കുകളുമായി ഏറ്റുമുട്ടുകയും അവയെയെല്ലാം വെട്ടിവീഴ്ത്തുകയും ചെയ്യും. വീണുപോയ ഓർക്കുകളിൽ ഒന്നിന്റെ പക്കൽ നിന്നും ഒരു മാപ്പ് അവൻ കണ്ടെടുക്കുന്നു. ഈ റീജിയോണിലാവട്ടെ കൂടെയുള്ള മിർഡാനിയയുടെ പേര് പോലും ഓർത്തെടുക്കാൻ കഴിയാത്ത വിധം മോതിരങ്ങളുടെ പണിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കെലിബ്രിംബോർ. കെലിബ്രിംബോറിന്റെ പെരുമാറ്റത്തിലുള്ള വശപ്പശക് കണ്ട് മിർഡാനിയയും സംഘവും അസ്വസ്ഥരാവുന്നുമുണ്ട്. കെലിബ്രിംബോറിനെ തിരക്കി വന്ന് ജനങ്ങളെ ഒന്ന് കാണാൻ പോലും അയാൾ തയ്യാറാവുന്നില്ല. ഇപ്പോൾ മറ്റെന്തിനേക്കാളും പ്രധാനം ഈ 9 മോതിരങ്ങളുടെ പണി തീർക്കുന്നതാണ് എന്ന് അയാൾ പറയുന്നു. പക്ഷെ മിത്രിലിന്റെ സ്റ്റോക്ക് ഓൾറെഡി തീർന്നിരുന്നു. സ്കാർഫുകളാവട്ടെ മിത്രിലിന്റെ സപ്ലൈ നിർത്തിവെക്കുകയും ചെയ്തു. ഈ റീജിയോണിൽ നിന്നും വ്യാപാരികൾക്കും മറ്റും കടന്നു പോകാനുള്ള ഗേറ്റ് ഹൗസിൽ ചില യാത്രാ തടസ്സങ്ങൾ ഉണ്ടായപ്പോൾ അത് അന്വേഷിക്കാൻ പോയ സംഘത്തിലെ ഒരു പടയാളി മാത്രം ഈ റീജിയോണിലേക്ക് തിരിച്ചെത്തുന്നു. മരിച്ചു കിടക്കുന്ന അയാളുടെ നെഞ്ചിൽ കത്തി കൊണ്ട് എന്തൊക്കെയോ കുത്തിക്കോറി വരച്ചിട്ടുമുണ്ട്, ഒരു മെസ്സേജ് പോലെ. അയാളെ മറ്റാരും കാണാതെ മറവു ചെയ്യാൻ സൗറോൺ കമാൻഡറോട് പറയുന്നു. ആ പടയാളിയുടെ നെഞ്ചിൽ കോറിയിട്ടിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് അവൻ എവിടെയാണ് എന്ന ചോദ്യമാണ്. അതാണ് ഈ എപ്പിസോഡിന്റെ പേരും. അഡാറും സംഘവും ഈ റീജിയോണിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് എന്ന് സൗറോണ് ഇതിൽ നിന്നും മനസ്സിലാവും. 3 എൽവൻ റിങ്സിന്റെ ശക്തിയും മോർഗോത്തിന്റെ കിരീടവും ഉണ്ടെങ്കിൽ മാത്രമേ സൗറോണിനെ ഇല്ലാതാക്കാനാവൂ എന്ന് അഡാർ ഗലാഡ്രിയലിനോട് പറയുന്നുണ്ട്. സൗറോണിനെ ഇല്ലാതാക്കാൻ ഗലാഡ്രിയലിന്റെ സഹായം ആവശ്യപ്പെടുന്ന അഡാർ ഹാൽബ്രാൻഡ് തന്നെയല്ലേ സത്യത്തിൽ സൗറോൺ എന്ന ചോദ്യവും ഗലാഡ്രിയലിനോട് ചോദിക്കുന്നു. നോറിക്ക് എന്തോ അപകടം പറ്റിയതായി സ്ട്രേഞ്ചർ സ്വപ്നം കാണും. തന്റെ കഴിവുകളെല്ലാം തന്റെ ചൊൽപ്പടിക്ക് നിർത്താൻ തന്നെ സഹായിക്കണമെന്ന് സ്ട്രേഞ്ചർ ലിറ്റിൽ ടോമിനോട് അഭ്യർത്ഥിക്കും. ഇതേസമയം ന്യൂമിനോറിൽ ഫറസോണിന്റെ സഭയിൽ എലൻഡിലിന്റെ വിചാരണ നടക്കുന്നുണ്ടാകും. കുറ്റങ്ങളെല്ലാം ഏറ്റുപറയുകയും രാജാവായി ഫറസോണിനെ അംഗീകരിക്കുകയും ചെയ്താൽ കുറ്റവിമുക്തനാക്കാമെന്ന് ഫറസോൺ എലൻഡിലിനോട് പറയും. കുറ്റങ്ങളെല്ലാം ഏറ്റുപറയാൻ എലൻഡിൽ തയ്യാറാവും. പക്ഷേ രാജാവായി ഫറസോണിനെ അംഗീകരിക്കാൻ അയാൾ തയ്യാറാവില്ല. സ്ട്രൂസിനെയും പോപ്പിയെയും രക്ഷിക്കാനായി തന്നെ അന്വേഷിച്ച് നടക്കുന്ന മുഖംമൂടിധാരികളായ ഹണ്ടേഴ്സിന് പിടികൊടുക്കാൻ നോറി തീരുമാനിക്കുന്നു. എന്നാൽ അത് ബുദ്ധിയല്ലെന്നും നോറിയെ വെച്ച് സ്ട്രേഞ്ചറിനെ പിടികൂടാൻ വേണ്ടിയാണ് അവർ ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന് നോറിയോട് പോപ്പി പറയും. അത് ശരിയാണെന്ന് നോറിക്കും തോന്നും. തന്റെ കഴിവുകളെല്ലാം വരുതിയിൽ തന്നെ നിർത്താനായി ഒരു മാന്ത്രികതണ്ട് സ്ട്രേഞ്ചർക്ക് വേണ്ടതുണ്ട്. അത് കണ്ടെത്താനായി സ്ട്രേഞ്ചറും ടോമും കൂടെ ഒരിടത്തേക്ക് പോകുന്നു. നോറിയുടെ ജീവൻ അപകടത്തിലായിരുന്നു. അതേസമയം കിഴക്കുനിന്ന് ഡാർക്ക്സാറിന്റെയും പടിഞ്ഞാറ് നിന്ന് സൗറോണിന്റെയും ഭീഷണിയുള്ള മിഡിലർത്തിലെ ജനങ്ങളുടെ ജീവനും അപകടത്തിലായിരുന്നു. ഒരു ഭാഗത്ത് സുഹൃത്തും മറുഭാഗത്ത് ഡെസ്റ്റിനിയും. ഇതിലേത് തെരഞ്ഞെടുക്കുമെന്ന ആശയക്കുഴപ്പത്തിലായി സ്ട്രേഞ്ചർ. ഇതിലേത് തെരഞ്ഞെടുക്കണമെന്ന് സ്ട്രേഞ്ചർ തന്നെ തീരുമാനിക്കണമെന്നും പറഞ്ഞ് ടോം അപ്രത്യക്ഷനാവുന്നു. ഇതേസമയം കിങ് ഡ്യൂറിന്റെ രാജധാനിയിൽ മിത്രിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ആനറ്റാർ എത്തുന്നു. മിത്രിലിന് പകരമായി അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ടിംബർ ആണ് ആനറ്റാർ ഓഫർ ചെയ്യുന്നത്. പക്ഷേ ആനറ്റാറിന്റെ ഓഫർ കിങ് ഡ്യൂറിൻ നിഷ്കരുണം തള്ളും. ഇത് കേട്ട് ആനറ്റാർ നിരാശനായി മടങ്ങും. കൂടുതൽ വിലപേശാമെന്ന ഉദ്ദേശത്തിലാണ് കിങ് ഡ്യൂറിൻ ഇപ്പോൾ നോ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയ പ്രിൻസ് ഡ്യൂറിൻ നിരാശനാകും. കയ്യിൽ കിടക്കുന്ന മോതിരത്തിന്റെ പ്രഭാവം തന്റെ പിതാവിനെ അത്രമേൽ അത്യാഗ്രഹം കൊണ്ട് അന്ധനാക്കി എന്ന് പ്രിൻസ് ഡ്യൂറിൻ മനസ്സിലാക്കും. കയ്യിലെ മോതിരം അഴിച്ചു കളയാൻ പ്രിൻസ് ഡ്യൂറിൻ പിതാവിനോട് അഭ്യർത്ഥിക്കുമെങ്കിലും കിങ് ഡ്യൂറിൻ അതിന് തയ്യാറാവില്ല. തുടർന്ന് പിതാവിന്റെ കയ്യിൽ നിന്നും ബലമായി മോതിരം ഊരിയെടുക്കാനായി പ്രിൻസ് ഡ്യൂറിൻ ശ്രമിക്കും. കിങ് ഡ്യൂറിൻ പ്രിൻസ് ഡ്യൂറിനെ ശക്തിയായി പുറകിലോട്ട് തള്ളിയിടും. കിങ് ഡ്യൂറിന്റെ പെരുമാറ്റത്തെക്കുറിച്ച് ദിശയും പ്രിൻസ് ഡ്യൂറിനും കൂടി ചർച്ച ചെയ്യുന്നു. കിങ് ഡ്യൂറിനെ സ്ഥാനഭ്രഷ്ടനാക്കണമെന്ന് വരെ ദിശ പറയുന്നുണ്ട്. ഇത് കേട്ട് പ്രിൻസ് ഡ്യൂറിന് ഒരുപാട് സങ്കടപ്പെടുന്നു. പക്ഷേ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അദ്ദേഹവും കൂടെ ഈ രാജ്യവും തന്നെ ഇല്ലാതാകുമെന്ന് ദിശ പറയും. തടവറയിൽ കിടക്കുന്ന എലൻഡിലിന്റെ അടുത്തേക്ക് ഇയാരിയൻ വരുന്നു. വാശിയല്ല ഉപേക്ഷിച്ച് രാജാവ് പറയുന്നത് പോലെ കേൾക്കണമെന്ന് ഇയാരിയൻ എലൻഡിലിനെ ഉപദേശിക്കുന്നു. പക്ഷേ എലൻഡിൽ തയ്യാറാവില്ല. മിരിയലും തടവറയിൽ വന്ന എലൻഡിലിനോട് ഫറസോൺ പറയുന്നത് പോലെ ചെയ്യാനായി ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഭീരുവായി ജീവിക്കുന്നതിലും നല്ലത് ധീരനായി മരിക്കുന്നതാണ് എന്ന് എലൻഡിൽ പറയും. മൈനിങ് ചെയ്യാനായി വരുന്ന നാർഗയും സംഘത്തെയും ദിശ തടയുന്നു. തൽക്കാലത്തേക്കെങ്കിലും അവരെ പിന്തിരിപ്പിക്കാൻ അവർക്കാകും. ന്യൂമിനോറിൽ എലൻഡിലിനെ കടൽ തീരത്തേക്ക് കൊണ്ടുവരികയും കൈവിലങ്ങുകൾ അഴിക്കുകയും ചെയ്യുന്നു. തന്റെ പേരിലാണ് എലൻഡിൽ ഈ കുറ്റം ചെയ്തിട്ടുള്ളതെന്നും അതുകൊണ്ട് എലൻഡിലിനു പകരം താൻ വലാറിന്റെ ശിക്ഷ ഏറ്റുവാങ്ങുമെന്നും പറഞ്ഞ് മിയാരിയൽ കടലിലേക്ക് ഇറങ്ങുന്നു. സിവം പാഞ്ഞു വന്ന് മിരിയലിനെ കടലിലേക്ക് വലിച്ചു താഴ്ത്തുന്നു. എന്നാൽ സിവമിന് മുമ്പിൽ അചഞ്ചലയായി തന്നെ അവൾ നിൽക്കും. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം അത് റാണിയെ തിരിച്ചു കരയിലേക്ക് എറിയുന്നു. എലൻഡിൽ ഓടിച്ചെന്ന റാണിയെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയും എല്ലാവരും കൂടെ അവരെ
കടലിന്റെ റാണി എന്ന് അഭിസംബോധന ചെയ്ത് അവർക്ക് ജയ് വിളിക്കുകയും ചെയ്യുന്നു. പലാൻഡീർ ഫറസോണിന് പുതിയൊരു വിഷൻ കാണിക്കുന്നു. അതിൽ ഫറസോൺ ഹാൽബ്രാൻഡിനെ, അതായത് സൗറോണിനെ കാണുന്നു. ഹാൽബ്രാൻഡ് തന്നെയാണ് സൗറോൺ എന്ന് ഗലാഡ്രിയൽ എഡാറിനോട് സമ്മതിക്കും. മോതിരങ്ങളെല്ലാം പണിതു കഴിയുന്നവരെ സൗറോൺ ഇരീജിയോണിൽ നിന്ന് പോകില്ല എന്നും എൽറോണ്ട് എത്രയും പെട്ടെന്ന് ലിൻഡനിൽ നിന്നും സൈന്യവുമായി ഇരീജിയോണിൽ എത്തുമെന്നും ഗലാഡ്രിയൽ എഡാറിനോട് പറയുന്നു. തനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഗലാഡ്രിയലിൽ നിന്നും മനസ്സിലാക്കിയ അഡാർ സൗറോണിനെ ഇരീജിയോണിൽ തന്നെ ആക്രമിക്കാൻ പ്ലാൻ ചെയ്യുന്നു. സൗറോൺ ആഗ്രഹിക്കുന്നത് തന്നെ അതാണെന്നും അതുകൊണ്ട് അങ്ങനെ ചെയ്യരുതെന്നും ഗലാഡ്രിയൽ പറയുമെങ്കിലും അഡാർ അതൊന്നും ചെവിക്കൊള്ളില്ല. ഓർക്കുകളുടെ പട വരുന്നത് കണ്ട് ഇരീജിയോണിലെ ജനങ്ങൾ പേടിച്ച് പരിഭ്രാന്തരായി പരക്കം പായും. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന സൗറോൺ കയ്യിലുള്ള ഒരു കത്തി കൊണ്ട് ഉള്ളം കൈയിൽ വരയുന്നത് കാണാം. മോതിരങ്ങൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കെലിബ്രിംബോർ പുറത്തുനിന്നുള്ള ആരവം കേട്ട് പുറത്തിറങ്ങാൻ തുടങ്ങുമ്പോൾ സൗറോൺ കെലിബ്രിംബോറിനെ വഴി തടയുന്നു. സൗറോണിനെ തട്ടിമാറ്റി കെലിബ്രിംബോർ പുറത്തേക്ക് ഇറങ്ങും. പുറത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ കെലിബ്രിംബോർ അറിഞ്ഞാൽ പിന്നെ മോതിരങ്ങളുടെ പണി നടക്കുകയില്ല എന്ന് മനസ്സിലാക്കിയ സൗറോൺ തന്റെ മന്ത്രവിദ്യ കൊണ്ട് പുറത്തൊരു മായ ലോകം തന്നെ സൃഷ്ടിക്കും. ചുറ്റിലും എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നതായി മാത്രമേ കെലിബ്രിംബോറിന് കാണുകയുള്ളൂ. ഖസാദൂമിൽ ചെന്നപ്പോൾ നാർവി നൽകിയ മിത്രിൽ സൗറോൺ കെലിബ്രിംബോറിന് കൈമാറും. ഒരു ഹാമറും സൗറോൺ കെലിബ്രിംബോറിന് നൽകുന്നുണ്ട്. സൗറോന്റെ വാക്കുകളിൽ മയങ്ങി കെലിബ്രിംബോർ മോതിരങ്ങളുടെ പണി തുടരാനായി അകത്തേക്ക് കയറി പോകുന്നതോടെ അവിടെ ഉണ്ടായിരുന്ന മായാലോകം മാഞ്ഞു പോകും. പരിഭ്രാന്തരായി ഓടുന്ന ജനങ്ങൾക്കിടയിലൂടെ തന്റെ പ്ലാൻസ് എല്ലാം വർക്കൗട്ടായ ഒരു ഭാവത്തിൽ സൗറോൺ മുന്നോട്ട് നടന്നു നീങ്ങും. ഒന്നും ചെയ്യാനാവാതെ കൈവിലങ്ങുകളും അണിഞ്ഞ് ഗലാഡ്രിയൽ ഓർക്ക് ക്യാമ്പിൽ ഇരിക്കുമ്പോൾ അഡാർ യുദ്ധം ആരംഭിക്കാനുള്ള സൂചന നൽകുന്നു. ഓർക്കുകൾ എറിയുന്ന അഗ്നിഗോളങ്ങൾ ഇരീജിയോണിൽ വന്ന് പതിക്കുന്നതും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ആസ് യൂഷ്വൽ ഒരുപാട് സസ്പെൻസസ് ബാക്കി വെച്ചുകൊണ്ട് 6th എപ്പിസോഡ് അവർ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ഇനി 1 by 1 ആയിട്ട് എടുത്ത് പറയുന്നില്ല, ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട് ശരിക്കും. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ടു യൂസ് ദ കമൻറ്റ് സെക്ഷൻ. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ കാണാം. അതുവരേക്കും bye bye.